കാരണം നജീബ് സാഹിബിനെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം പൂവത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ. അപ്പോൾ മൂപ്പർക്ക് 100 കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം വേണം, അവർക്ക് ലൈബ്രറി വേണം, അവർക്ക് താമസിക്കാൻ വേണം. അവരുടെ അതെല്ലാം പാടെ പോയി ഈ ഒരു ഫ്ലോറിൽ 1000 സ്ക്വയർ ഫീറ്റിൽ നടക്കില്ല. അപ്പോൾ ഈ തൊട്ട ബിൽഡിങ് ഞങ്ങൾ വൃദ്ധസദനം നടത്തുന്ന ബിൽഡിങ്ങാണ്. ഞാൻ ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു അക്കാഡമി ഇവിടെ തുടങ്ങാനുണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഭാവിയിൽ അത് ഉപകരിക്കുമായിരിക്കും. കാരണം നജീബ് സാഹിബിനെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം പൂവത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ മോനുണ്ട്, ഈസ് എൻ ഓർത്തോപെഡിക് സർജൻ. ഞങ്ങൾ രണ്ടാളും ഉണ്ട്. നജീബ് സാഹിബ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് പറഞ്ഞു, ഞാനിങ്ങനെ മത്സരിക്കുന്നുണ്ട്, ഞാൻ കോഴിക്കോടായിരുന്നു, എല്ലാ രീതിയിൽ യൂത്ത് ലീഗ് മറ്റേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് പോന്നപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, നജീബ് സാഹിബ് കുഴപ്പമില്ലല്ലോ, ഹീ ക്യാൻ ലീഡ് ദ പീപ്പിൾ ബെറ്റർ ദാൻ ദി അതർ ഗായ്, നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് റിയലി. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അത് അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തികമായിട്ടും അതേമാതിരി മോറലായിട്ടും എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നജീബ് സാഹിബ് ജയിച്ചു. അത് ജയിച്ചു കഴിഞ്ഞ് ചെറിയൊരു മാർജിനിലാണെങ്കിലും ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, കാരണം പുതുതായിട്ടൊരാൾ വരിക, അതേ സമയത്ത് ഇവിടെ അന്ന് ഓപ്പോസിഷനായിട്ട് മത്സരിക്കുന്ന ആൾ ഇവിടെ നല്ല വേരൊക്കെ ഉള്ള ഒരു കുടുംബത്തിലൊരാളായിരുന്നു. അത് ജയിച്ചു കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുക, ഒരു MLA എന്നൊക്കെ പറയുമ്പോൾ അയാൾ കുറേ റോഡുണ്ടാക്കും, കുറേ പാലുണ്ടാക്കും, കുറേ സ്കൂളിൽ ചില മെയിൻ്റനൻസ്, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കത്തുകൊണ്ട് പോകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ MLA കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും വിപരീതമായി ഞാൻ ഈ ഇവിടുത്തെ ISS ഉണ്ടല്ലോ, ഈ ക്യാമ്പിൻ്റെ ISSൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത്, കാരണം നമ്മളെ ഈ മലബാർ ഏരിയയിൽ ഈ പിന്നെ IAS IPS IRS ഇതേമാതിരിയുള്ള കോഴ്സുകളുള്ള ബ്യൂറോക്രാറ്റ്സിൻ്റെ കുറവാണ്. അതേസമയത്ത് ഇത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ബീഹാറിലും മറ്റിലൊക്കെ നല്ലൊരു ശതമാനം, 10%, 12% കുട്ടികൾ. ഇവിടെ എപ്പോൾ നോക്കിയാലും 1.5%, 2% ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനൊരു അക്കാഡമി ഇങ്ങനെ തുടങ്ങണമെന്നുണ്ട് പരിപാടി, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, എത്രയാണ് നിങ്ങൾക്ക് ഏരിയ വേണ്ടി വരിക? അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1000 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ മതിയല്ലോ. പിന്നെ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ. അപ്പോൾ മൂപ്പർക്ക് 100 കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം വേണം, അവർക്ക് ലൈബ്രറി വേണം, അവർക്ക് താമസിക്കാൻ വേണം. അവരുടെ അതെല്ലാം പാടെ പോയി ഈ ഒരു ഫ്ലോറിൽ 1000 സ്ക്വയർ ഫീറ്റിൽ നടക്കില്ല. അപ്പോൾ ഈ തൊട്ട ബിൽഡിങ് ഞങ്ങൾ വൃദ്ധസദനം നടത്തുന്ന ബിൽഡിങ്ങാണ്. വൃദ്ധസദനം 3-4 സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MSS എന്ന് പറഞ്ഞ മുസ്ലിം സർവീസ് സൊസൈറ്റീൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകളിൽ ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിലേക്ക് ഈ ആൾക്കാരെ അങ്ങോട്ട് മാറ്റി. എന്നിട്ട് 4500 സ്ക്വയർ ഫീറ്റ് കൊടുത്തു. 4500 സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ട് അതിലിങ്ങനെ കാര്യങ്ങളൊക്കെ പടം നോക്കുമ്പോൾ പിന്നെ ക്ലാസ് റൂമില്ല. അപ്പോൾ ക്ലാസ് റൂം ഉണ്ടാക്കാൻ വേണ്ടി 12000 സ്ക്വയർ ഫീറ്റ് പിന്നെ ഉണ്ടാക്കി. അങ്ങനെ 17000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഏതാണ്ട് മാർച്ച് മാസത്തിൻ്റെയും ഓഗസ്റ്റ് 1-ാം തീയതി ക്ലാസ് തുടങ്ങണം. ഡിക്ലെയറും ചെയ്തു, വാട്സപ്പും ചെയ്തു, കുട്ടികളെ കാൾ ഫോർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ ഭയങ്കര പെരുമഴ. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞ ഒരു ചതുപ്പ് നിലമായിരുന്നു. ഞങ്ങളെല്ലാവരും പാടെ മെനക്കെട്ട് അതുണ്ടാക്കി ഓഗസ്റ്റ് 1-ാം തീയതി ക്ലാസ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം, അതായത് പത്രപ്രവർത്തനായി ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം സ്വപ്നം കാണുമായിരുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ സ്വപ്നം കണ്ട് ആ സ്വപ്നം പിന്നെ കടന്നുറങ്ങുമല്ലോ. മൂപ്പരങ്ങനെയല്ല, ആ സ്വപ്നം കണ്ട് സ്വാക്ഷാത്കരിക്കാൻ വേണ്ടി എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. അങ്ങനെയായിരിക്കും ഒരു നിമിത്തമായിരിക്കും എന്നെയൊക്കെ വന്ന് കണ്ടത്. അത് നമുക്കറിയാലോ, ചില കാര്യങ്ങളൊക്കെ ഒരു നിമിത്തങ്ങളാണ്. പണ്ട് ഗാന്ധിജിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കി, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേമാതിരി റൊഡേഷ്യയിൽ അതേമാതിരി സൗത്ത് ആഫ്രിക്കയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റേക്കിലി ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിനോ അങ്ങനെ ഒരു ചവിട്ടും ചവിടുത്തിട്ട് ഗാന്ധിജിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടു. അപ്പോഴാണ് ഗാന്ധിജി ആലോചിച്ചത്,
എടാ ഇവൻ്റെ രാജ്യം ഭരിക്കുന്നത്, എന്നിട്ട് നമ്മളെ ഒരു കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊലിൻ്റെ കളറും വെച്ചിട്ട് എന്നെ വോട്ടാക്കി. അതുകൊണ്ട് ഇവനെ എൻ്റെ രാജ്യത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളൂ. എനിക്ക് ഉറക്കം നൽകാണ് ഗാന്ധിജി വന്നത്. ബട്ട് ഇറ്റ് ഹസ് ടേക്കൺ അബൌട്ട് 38 years എന്നാണ്. 38 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് വിജയിക്കാൻ കഴിഞ്ഞത്. എന്ന മാതിരി തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വലിയ സ്വപ്നം കണ്ടിട്ടാണ് ഈ കാര്യത്തിന് വന്നത്. പക്ഷേ ചിലപ്പോൾ ഒന്നാമത് ഈ IASൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നല്ല കാര്യമായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു 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 പ്രശ്നം വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ കുട്ടിക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിന് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല. ആ ആൻസർ ചെയ്യാൻ കഴിയുന്ന കുറേ കുട്ടികളുണ്ടാവും. ഓലൊക്കെ പെട്ടെന്ന് കയറിപ്പോവും. മറ്റുള്ളവർ മെല്ലെ മെല്ലെ പഠിച്ചിട്ട് അത് വിജയിക്കും. ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കഴിയുമ്പോൾ മാത്രം നിങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം, ഈ ലോകം ഭയങ്കര ഫാസ്റ്റാണ്. ഇറ്റ്സ് ഗോയിങ് വെരി ഫാസ്റ്റ്. എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോസ്പിറ്റലുണ്ട്, ഫാർമസി കോഴ്സ് ഉണ്ട്, BPharm ഉണ്ട്, അതേമാതിരി ആർട്സ് കോളേജ് ഉണ്ട്, നേഴ്സിംഗ് കോളേജ് ഉണ്ട്, പാരാമെഡിക്കൽ കോളേജ് ഉണ്ട്. എല്ലാം പാടെ 10,000-2,000 പിള്ളേർ പഠിക്കുന്നുണ്ട്. കുറേ പ്രിൻസിപ്പൾമാരോടും മീറ്റിങ്ങും കാര്യങ്ങളും എപ്പോൾ നോക്കിയാലും തിരക്ക് തന്നെയാണ്. ഈ സോഷ്യൽ വർക്കിൻ്റെ പുറമേണത് ഇതെല്ലാം. അപ്പോൾ 25ാമത്തെ വർഷം, ഇപ്പോൾ 25ാമത്തെ വർഷമായി ഇന്നലെ 27th. അപ്പോൾ ഇതെല്ലാത്തിനും പുറമെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നജീബ് സാഹിബിനെ സഹായിക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല, ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 കൊല്ലം കഴിയുമ്പോൾ ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടാവും. ഒന്നുമല്ല, നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ IAS അക്കാഡമിയിൽ പഠിച്ചതാണ് നജീബ് സാഹിബിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അറിയായിരിക്കും. ഞാൻ എൻ്റെ പിള്ളേരോട് പറയലുണ്ട്, ഫെയർവെല്ലിനൊക്കെ നിങ്ങളൊക്കെ കാണുമ്പോൾ എയർപോർട്ടിലൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കാണുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ മുക്കിലുണ്ടാകുമ്പോൾ ഒന്ന് വന്ന് പറയണം, സാർ ഞാൻ അന്ന് അവിടെ പഠിച്ചതാണ്, ഞാൻ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഇന്നോടത്താണ് എന്ന മാതിരി നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാം, നിങ്ങൾ നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ ആളായി മാറണം. ഈ മനുഷ്യത്വവും അറിവും രണ്ടും കൂടി കൂടുമ്പോഴാണ് നല്ല കർമ്മങ്ങൾ ഉണ്ടാകുക. നല്ല കർമ്മങ്ങൾ ഉണ്ടാകുകയാണ് അത് നമ്മൾക്കും ഗുണം ചെയ്യുക, നമ്മുടെ കുടുംബത്തിനും ഗുണം ചെയ്യുക, നമ്മുടെ രാജ്യത്തിനും ഗുണം ചെയ്യുക. തീർച്ചയായും നിങ്ങളൊക്കെ പഠിച്ച് മിടുക്കരായി ഈ രാജ്യത്തിൻ്റെ വിശ്വപൗരന്മാരായി രാജ്യത്തെ സ്നേഹിക്കുന്നവരാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം ചെയ്യുന്നു.